ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യക്കാരുടെ അഭിമാനവും ആവേശവും ദേശസ്നേഹവും ഭാവങ്ങളും ഉയർത്തിക്കൊണ്ട് ഓഗസ്റ്റ് 15 മറ്റൊരു സ്വാതന്ത്ര്യ ദിനവും കൂടി വരികയാണല്ലോ. 2 നൂറ്റാണ്ടോളം നമ്മുടെ നാടിനെ കൊള്ളയടിച്ച വെള്ളക്കാരെ നാടുകടത്തി നമ്മുടെ നാടിനെ സ്വാതന്ത്ര്യം ലഭിച്ച ദിനം. ബ്രിട്ടീഷ് ഭരണത്തിൽ നമ്മുടെ നാടിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു. നമ്മുടെ ആളുകളുടെ അടിസ്ഥാന ആശയങ്ങൾ പോലും നിരസിക്കപ്പെട്ടു. സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരെ അവർ കഠിനമായി ഉപദ്രവിച്ചു. അനേകരെ ജയിലിലടച്ചു, അനേകരെ കുന്നൊടുക്കി. എങ്കിലും ഇതിലൊന്നും പതറാതെ ധീരരായ നമ്മുടെ പോരാളികൾ ശക്തമായി പോരാടി. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് എന്ന് തുടങ്ങി അനേകം ധീര പോരാളികളുടെ പോരാട്ടത്തിനൊടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. അന്ന് ഇന്ത്യയെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ടു. പിന്നീട് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇന്ന് ഇന്ത്യ ലോകത്തിലെ തന്നെ ഒരു പ്രധാന ശക്തിയായി വളർന്നു. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഈ രാജ്യത്തിന്റെ പൗരന്മാരായിരിക്കുന്നതിൽ ഓരോ ഇന്ത്യക്കാരും അഭിമാനം കൊള്ളുന്നു. നമ്മുടെ ധീരരായ സ്വതന്ത്ര സമര പോരാളികളെ ഓർമ്മിക്കാനാണ് നാം ഈ ദിനം ആഘോഷിക്കുന്നത്. നമ്മുടെ ത്രിവർണ്ണ പതാക അന്ന് ഇന്ത്യ മുഴുവൻ പാറിപ്പറക്കും. നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ ഓരോ ഇന്ത്യക്കാരനും കടപ്പെട്ടിരിക്കും. എന്നാൽ ഒന്ന് ചോദിച്ചാട്ടെ, നമ്മൾ ശരിക്കും സ്വതന്ത്രനാണോ? ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ ഓരോ ദേശവും തമ്മിലടിയും തർക്കവും തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? സ്വതന്ത്രരല്ല എന്ന് സ്ഥാപിക്കുവാൻ അനേകം ഉദാഹരണം എനിക്ക് പറഞ്ഞുതരാമെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്നതിലുപരി ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഒരു സ്ത്രീ ഭാരതത്തിൽ സ്വതന്ത്രയാണോ? പറക്കമെത്താത്ത പിച്ചുകുഞ്ഞുങ്ങൾ മുതൽ സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത വൃദ്ധർ വരെ പീഡിപ്പിക്കപ്പെട്ടത് ഇതേ ഇന്ത്യയിലല്ലേ? നാം എല്ലാം സ്വതന്ത്രരാണെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ പോലും ഒരു പെണ്ണിന് ഭാരതത്തിൽ ഭീതിയോട് കൂടിയല്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? സ്വതന്ത്രയായി അവൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമോ? സ്വതന്ത്രയായി രാത്രികാലങ്ങളിൽ ഈ കാണുന്ന നിരത്തിൽ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമോ? സ്വതന്ത്രയായി തന്റെ ഭാവി നിശ്ചയിക്കാൻ പറ്റുമോ? തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ സ്വതന്ത്രയാണോ? സ്ത്രീധനത്തിന്റെ പേരിൽ പോലും ചിന്തിക്കപ്പെടുകയും ആത്മഹത്യ ചെയ്ത സ്ത്രീകളുടെ ഒരുപാട് ഉദാഹരണം നമുക്കിടയിൽ ഇല്ലേ? ഇതും സ്വതന്ത്ര ഭാരതത്തിൽ തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അധികാരികളോട്, ഈ സമൂഹത്തിനോട്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് ജീവിക്കണം, തലയുയർത്തുന്നു, എനിക്ക് പഠിക്കണം സ്വതന്ത്രം. എനിക്ക് സ്വതന്ത്രം എന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണം. വരും ദിനങ്ങളിൽ എന്റെ സ്വപ്ന പൂവണിയും വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും